കോട്ടയത്ത് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു എന്നൊരു വാർത്ത കൂടി വരികയാണ്. പ്രിയ പ്രേക്ഷകരെ, വൈക്കം സ്വദേശിനി രമണിയാണ് മരിച്ചത്. പുരയിടത്തിലെ മാങ്ങ പറിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തൊട്ടി തട്ടി ഷോക്കേൽക്കുകയായിരുന്നു. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്? ഈ വൈദ്യുതി ലൈൻ ഇതിലെ കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? മധു, വൈക്കം ആറാട്ടുകുളങ്ങരയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വളരെ ദാരുണമായ സംഭവമാണ്. മരിച്ച രമണിക്ക് 62 വയസ്സായിരുന്നു. ഇവരുടെ പുരയിടത്തിൽ തന്നെയുള്ള മാങ്ങയാണ് പറിക്കാൻ ശ്രമിച്ചത്. അലുമിനിയം തോട്ടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ മാങ്ങ പറിക്കാൻ ശ്രമിച്ചത്. ഈ അലുമിനിയം തോട്ടി ഉപയോഗിച്ചുകൊണ്ട് മാങ്ങ പറിക്കുന്നതിനിടയിൽ ഈ തോട്ടി വളഞ്ഞ അബദ്ധത്തിൽ ഈ ലൈനിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ലൈനിൽ നിന്നും ഈ ഷോക്കേറ്റ രമണി തെറിച്ചു വീണു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്കാണ് രമണിയെ കൊണ്ടുപോയത്. പക്ഷേ അപ്പോഴേക്കും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ ദാരുണമായ സംഭവമായിരുന്നു. പുരയിടത്തിൽ നിന്നും മാങ്ങ പറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അലുമിനിയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ മരത്തിന്റെ തോട്ടിയായിരുന്നെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇത് അലുമിനിയത്തിന്റെ തോട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഷോക്കേൽക്കുകയും തെറിച്ച് വീഴുകയുമായിരുന്നു. എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വളരെ ദുഃഖകരമായ കാര്യമാണ് മധു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റാണ് ഇപ്പോൾ കോട്ടയത്ത് ഒരു വീട്ടമ്മയ്ക്ക് മരണം സംഭവിച്ചത്. അഖിൽ വിവരങ്ങൾ നൽകിയത്.